ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടക്ക വെച്ചിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒറ്റൊരു വെണ്ടക്ക കൊണ്ടുള്ള ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അത് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. വെളുത്തുള്ളി ആ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ഇങ്ങനെ മുരിയണ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വെളുത്തുള്ളി മുരിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നമ്മളിത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഈ വെണ്ടക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടക്ക വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം, അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തത്. ഇനി വലിയ തക്കാളിയാണ് എന്നുണ്ടെങ്കിൽ 1 മതി കേട്ടോ. അപ്പം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ ഏകദേശം വെന്ത് ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ അടച്ചു വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കും, അതുകൊണ്ട് 2 പച്ചമുളക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വലിയ ജീരകം പൊടിച്ചത് കേട്ടോ, ഒരു 1/4 സ്പൂണ്. ചെറിയ ജീരകം പൊടിച്ചതും അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ മസാലപ്പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലപ്പൊടിൻ്റെ ആ ഒരു പച്ചമണക്കം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ. ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ വെണ്ടക്ക വെച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.